ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. പരിക്കിൽ നിന്നും മുക്തനായ നെയ്മർ ജൂനിയർ കഴിഞ്ഞ മത്സരത്തിൽ സാന്റോസിന് വേണ്ടി കളിച്ചിരുന്നു. കുറച്ച് മിനിറ്റുകൾ മാത്രമാണ് കളിച്ചിട്ടുള്ളത്. പക്ഷെ നല്ല രൂപത്തിൽ കളിച്ചു. ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ സാന്റോസ് അടുത്ത മത്സരം കളിക്കുക പാൽമിറാസിനെതിരെയാണ്. വരുന്ന വെള്ളിയാഴ്ച രാവിലെ ഇന്ത്യൻ സമയം 6 മണിക്കാണ് ഈ മത്സരം നടക്കുക. പാൽമിറാസിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക. പ്രശ്നം എന്തെന്നാൽ അത് ആർട്ടിഫിഷ്യൽ ടർഫാണ്, നാച്ചുറൽ ഗ്രാസ് അല്ല. അതായത് പരിക്കേൽക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നെയ്മർ ജൂനിയർ കളിച്ചേക്കില്ല എന്ന റിപ്പോർട്ട് ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നു. ടീമിനെ രക്ഷിക്കാൻ വേണ്ടി നെയ്മർ ജൂനിയർ റിസ്ക് എടുക്കും എന്നായിരുന്നു ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. അതായത് സാന്റോസിന്റെ പരിശീലകന് ഇദ്ദേഹത്തെ കളിപ്പിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനമാണ്. പക്ഷെ നെയ്മർ കളിച്ചേക്കും, നെയ്മർ റിസ്ക് എടുത്തേക്കും എന്നായിരുന്നു റിപ്പോർട്ട്. എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് നെയ്മർ ജൂനിയർ കളിക്കില്ല എന്നുള്ളതാണ്, റിസ്ക് എടുക്കില്ല എന്നുള്ളതാണ്. പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഓ ഗ്ലോബോ എസ്പോർട്ടസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് നെയ്മർ ജൂനിയറെ കളിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനം ഇപ്പോൾ സാന്റോസ് എടുത്തിട്ടുണ്ട്. കാരണം നെയ്മർക്ക് പരിക്കേൽക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നെയ്മറെ ഈ മത്സരത്തിൽ നിന്നും മാറ്റി നിർത്തിയേക്കും എന്നാണ് ഓ ഗ്ലോബോ എസ്പോർട്ടസ് എന്ന മാധ്യമം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിനുശേഷം മാരക്കാനയിൽ വെച്ചുകൊണ്ട് ഫ്ലമങ്കോക്കെതിരെ ഒരു മത്സരം സാന്റോസ് കളിക്കുന്നുണ്ട്. ആ മത്സരത്തിലാണ് നമുക്ക് നെയ്മർ ജൂനിയറെ കാണാൻ കഴിയുക എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. സാന്റോസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള മത്സരങ്ങൾ ജീവൻ മരണ പോരാട്ടങ്ങളാണ്. 30 മത്സരങ്ങളിൽ നിന്ന് 33 പോയിന്റാണ് സാന്റോസ് ഉള്ളത്. 16ാം സ്ഥാനത്താണ്. 17ാം സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ റെലഗേഷൻ സോണിലെത്തും. അതുകൊണ്ട് തന്നെ ടീമിനെ തരം താഴ്ത്തലിൽ നിന്നും രക്ഷിച്ചെടുക്കുക എന്ന ഒരു ദൗത്യമാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർക്ക് മുന്നിലുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.